ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഉറക്കമില്ലായ്മയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം ഇന്നത്തെ തരംഗമായി മാറിയിരിക്കുന്ന ഡാർക്ക് ഷവറിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഡാർക്ക് ഷവറിങ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നെട്ടരുത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉറക്കമില്ലാത്തവർക്കൊക്കെ ഒന്ന് തരപ്പെടുത്തി എടുക്കാൻ പറ്റും, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഡാർക്ക് ഷവറിങ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ലളിതമായ ഒരു ഇത് തന്നെയാണ്. നമ്മൾ പണ്ടുള്ളവരൊക്കെ ചെയ്യുന്നതായിരിക്കും. സുഖകരമായ ഒരു നിദ്ര ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടായില്ല. എന്നാൽ ഇന്ന് നമ്മളെ അലട്ടുന്നത് പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഉറക്കമില്ലായ്മ, അഥവാ എന്താ പറയുക, ഇൻസോംനിയ എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ഈ ഡാർക്ക് ഷവറിങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൗതുകമൊക്കെ തോന്നും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് കാലത്തൊക്കെ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ഇരുട്ടത്തോ വെളിച്ചത്തിലോ കുളിക്കുന്ന ഈ രീതിയാണ്. ചൂടുവെള്ളത്തിൽ ഇരുട്ടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് പാട്ടൊക്കെ പാടി കുളിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉറങ്ങാൻ എന്താണ് പറയുക, ലളിതമായി പറഞ്ഞാൽ മുറിയിലെ വെളിച്ചം പൂർണ്ണമായും അണച്ചോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പ്രകാശത്തിലോ, ഉദാഹരണത്തിന് ഒരു മെഴുകുതിരി വെളിച്ചമോ ചെറിയ നൈറ്റ് ലാമ്പോ ഉപയോഗിച്ച് രാത്രിയിൽ കുളിക്കുന്ന രീതിയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാൻ ഈ രീതി വളരെയധികം സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് ഉറക്കത്തെ നല്ല രീതിയിൽ ആക്കിത്തരുന്നത്. പ്രകാശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്നും ബാത്റൂമിലെ LED ബൾബുകളിൽ നിന്നും പുറത്തു വരുന്ന തീവ്രമായ വെളിച്ചം, പ്രത്യേകിച്ച് ബ്ലൂ ലൈറ്റ്, മെലറ്റോണിക് ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് തലച്ചോറിനെ ഇപ്പോഴും പകലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഉണർന്നിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇരുട്ടിലെ കുളി ഈ തടസ്സത്തെ നീക്കി ശരീരത്തിന് ഉറങ്ങാനുള്ള സമയം ആയെന്ന കൃത്യമായ സൂചന നൽകുന്നു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളുടെ ഡാർക്ക് ഷവറിങ് എന്ന് പറയുന്ന രീതി. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് കുളിച്ചിരുന്നതും. കുളിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കുറവല്ലേ. അപ്പോൾ പലരും ചൂടുവെള്ളത്തിലൊക്കെ, ഞാനും എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ കുളിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ശാസ്ത്രീയമായി പുരോഗമിക്കുമ്പോൾ പല പുതിയ മെത്തേഡുകളുണ്ടായില്ലേ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റാത്തവർ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് കുളിച്ച് നോക്കുക. എന്തായാലും ഇത് തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉറക്കം കെടുത്തുന്നവർക്കൊക്കെ വളരെ സഹായമാകും. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ നല്ല രീതിയിൽ എനിക്കും പലപ്പോഴും ഉറങ്ങാനൊന്നും പറ്റാതെ വരും. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായപ്പോഴാണ് ഈ ഡാർക്ക് ഷവറിങ്ങിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എന്താണ് ഡാർക്ക് ഷവറിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൗതുകമായി തോന്നുന്നില്ലേ? അപ്പോൾ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ ഞാൻ എഴുതി വെച്ച് കുറേയൊക്കെ എനിക്ക് മറന്നു പോകും. അപ്പോൾ എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ നോക്കി വായിക്കുന്നത് കേട്ടോ. അപ്പോൾ പഴയ പോലെ അല്ലല്ലോ, നമ്മൾ ഏജ് കൂടുന്തോറും ചിലപ്പോൾ നമ്മളുടെ തലച്ചോറിനൊന്നും അത് നിൽക്കില്ല പോയിൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ.